ഓവർ തിങ്കിങ് അഥവാ അമിത ചിന്തയുള്ളവർ എന്ന് നമ്മൾ പൊതുവായിട്ട് പറയുമെങ്കിലും 5 തരത്തിലുള്ള ഓവർ തിങ്കിങ് പാറ്റേൺ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്നാമത്തേന്ന് പറയുന്നത് ദ മാക്സിമൈസർ ആണ്. അതായത് തന്റെ കഴിവുകളെ എത്രയും പെട്ടെന്ന് വികസിപ്പിക്കുക, കൂടുതൽ കൂടുതൽ അച്ചീവ്മെന്റ് ഓറിയന്റഡ് ആയിട്ട് ലൈഫിനെ കൊണ്ടുപോവുക, അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ സദാ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും സ്വയം ഹാർഡായിട്ട് ബിഹേവ് ചെയ്താലും അവരുടെ കഴിവും പൊട്ടൻഷ്യലും ഒക്കെ വികസിപ്പിച്ചെടുത്തുകൊണ്ട് അച്ചീവ്മെന്റ്സിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നത്. ഞാൻ താഴെ പോയോ, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് പിന്നിലാണോ, ഇനി കൂടുതലായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയാണ് അവരുടെ ചിന്ത പോവുക. നമ്പർ 2 എന്ന് പറയുന്നത് അവര് ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റബിൾ ആയിരിക്കും. അതായത് എപ്പോഴും അവർക്ക് ഒരുപാട് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ എന്തിനെക്കുറിച്ചും ഏതിനെക്കുറിച്ചും ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കും. മൂന്നാമത്തെ ദ റുമിനേറ്റർ എന്നാണ് പറയുന്നത്. അതായത് അവർക്കുണ്ടായിട്ടുള്ള മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ അവരുടെ പോരായ്മകളോ ആയിരിക്കും ഇവരുടെ ചിന്താവിഷയം എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് തരത്തിൽ ഇവരുടെ മിസ്റ്റേക്കിനെ കുറിച്ചും അല്ലെങ്കിൽ അവർ വരുത്തിയിട്ടുള്ള തെറ്റുകൾ, അവർക്കുണ്ടായിട്ടുള്ള കുറവുകള്, ഇതിനെക്കുറിച്ച് മാത്രം ഇങ്ങനെ സദാ ചിന്തിച്ച് അതിൽ തന്നെ അങ്ങ് ഇരിക്കാനായിട്ട് ശ്രമിക്കുന്നവര്. നാലാമത്തെ ആൾക്കാർ എന്ന് പറയുന്നത് നെഗറ്റീവ് കോൺസിക്വൻസിനെ കുറിച്ചായിരിക്കും ഇവർ ചിന്തിക്കുക. ഒരു ബാഡ് ഔട്ട്കം ഉണ്ടായിരിക്കും എന്ന് കരുതിയിട്ട് സ്വന്തം നിലയിൽ തന്നെ എല്ലാ കാര്യങ്ങളിൽ നിന്നും പിൻവലിഞ്ഞ് നിൽക്കുന്ന വ്യക്തികളാണ് ഇക്കൂട്ടർ. അവരെ നമുക്ക് ദ വെറിയർ എന്ന് പറയും. അതായത് എപ്പോഴും വിഷമിച്ചുകൊണ്ടേയിരിക്കും, ഒരു നെഗറ്റീവ് ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതിനൊക്കെ കണ്ടിട്ട് അവരെന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി ഇങ്ങനെ നിൽക്കും. ഒരു ബാഡ് കോൺസിക്വൻസ് ഫേസ് ചെയ്യാൻ വയ്യ, പക്ഷെ ഇത് നെഗറ്റീവ് ആയിട്ട് അവസാനിക്കുന്നത് ചിന്തിക്കും. അടുത്തൊരു വിഭാഗം എന്ന് പറയുന്നത് ആഗോള തലത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും മോശമായാണ് സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരാണ്. അതായത് പൊളിറ്റിക്സ് വളരെ മോശമാണ്, പ്ലാനറ്റിന് എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ലോകം അവസാനിക്കാൻ പോവാണല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിച്ച് അങ്ങനെ കുറേയധികം ചിന്താവിഷയങ്ങൾ കണ്ടെത്തുന്നവരാണ്. ഇത്തരത്തിൽ 5 വിഭാഗമാണ് നമ്മൾ പൊതുവെ കണ്ടുവരുന്ന അമിത ചിന്തകളുടെ ഒരു സ്വാധീനം എന്ന് പറയുന്നത്. ഇതിലേത് വിഭാഗത്തിലുള്ള അമിത ചിന്തകളാണ് നിങ്ങളെ സ്വാധീനിക്കുന്നത്? ഓവർ തിങ്കിങ് ഒക്കെ ഒരു പരിധിവരെ നിയന്ത്രിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മാനസിക ആരോഗ്യത്തെ വല്ലാത്ത രീതിയിൽ തന്നെ അത് സ്വാധീനിക്കും കേട്ടോ.